മാള ഹോളി ഗ്രേസിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവം സംഘർഷത്തിൽ കലാശിച്ചു. സംഘർഷത്തിൽ 20ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സംഘർഷത്തെ തുടർന്ന് ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്ന മത്സരങ്ങൾ മാറ്റിവെച്ചു. തിങ്കളാഴ്ച രാത്രി 12ഓടെയാണ് സംഘർഷമുണ്ടായത്. സ്കിറ്റ് മത്സരത്തിന്റെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ഫലപ്രഖ്യാപനത്തെ ഒരു വിഭാഗം ചോദ്യം ചെയ്തത് തർക്കത്തിലേക്ക് നീങ്ങുകയായിരുന്നു. മത്സരം തുടങ്ങുന്നതും ഫലപ്രഖ്യാപനം വൈകുന്നതും സംബന്ധിച്ച് ആദ്യ ദിവസം മുതൽ തർക്കങ്ങളുണ്ടായിരുന്നു. ഫലപ്രഖ്യാപനം വൈകുന്നത് അട്ടിമറിയായിരുന്നുവെന്നാണ് SFIയുടെ ആരോപണം. SFI KSU പ്രവർത്തകർ തമ്മിൽ 1.5 മണിക്കൂറോളം ഏറ്റുമുട്ടി. കമ്പിവടി അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത്. ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ തലയ്ക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ഇരുവിഭാഗത്തിലുമുള്ള വിദ്യാർത്ഥികൾ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായി പരിക്കേറ്റ SFI പ്രവർത്തകൻ അഗ്നിവേശിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘർഷത്തിൽ പരിക്കേറ്റ KSU പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസിനെ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി ആക്രമിച്ചു. ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. തർക്കം ഒരു സംഘർഷത്തിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഇരിഞ്ഞാലക്കുട DYSPയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു 10ഓളം വരുന്ന പ്രവർത്തകരെ മാള സ്റ്റേഷന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. അവിടുന്ന് ഈ ആംബുലൻസിൽ കയറ്റി ഞങ്ങളോട് ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വരുന്ന വഴിക്കാണ് നമ്മുടെ ഇവിടെ കൊരട്ടി സ്റ്റേഷനടുത്തുള്ള നയാര പമ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10ഓളം വരുന്ന DYSPയുടെ SFIയുടെയും പ്രവർത്തകർ വന്ന് വണ്ടി തല്ലി പൊളിച്ചു. പെട്രോൾ അടിച്ച് പുറത്തിറങ്ങുമ്പോൾ കാറ് കൊണ്ടുവന്ന് വട്ടം വെക്കുകയും അത് ഈ മാരകായുധങ്ങളായിട്ടുള്ള വടിവാളും ഇരുമ്പ് വടിയൊക്കെ ഉപയോഗിച്ച് ഞങ്ങളെ വണ്ടി അടിച്ചു പൊളിക്കുകയും ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്തോ ഭാഗ്യവശാലാണ് അവർ അടിച്ചത് ഞങ്ങളുടെ മേത്ത് കൊള്ളാതെ ചില്ലടക്കം ഉള്ള കാര്യങ്ങൾ പൊളിഞ്ഞു പോയിട്ടുള്ളത്. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. കലോത്സവ വേദിയിൽ മത്സരാർത്ഥികൾക്കെതിരെ സംഘാടകരുടെ നേതൃത്വത്തിൽ ആക്രമണം നടത്തുകയായിരുന്നുവെന്നും KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലാണ് സംഘർഷമുണ്ടാക്കിയതെന്നും SFI ആരോപിച്ചു. കലോത്സവത്തിന്റെ തുടക്കം മുതൽ SFIയുടെ നേതൃത്വത്തിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും അതിന്റെ തുടർച്ചയായാണ് ആക്രമണമെന്നും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് തകർത്തുവെന്നും KSU ആരോപിച്ചു. കലോത്സവത്തിന് സൗകര്യങ്ങൾ കുറഞ്ഞ കലാലയം തിരഞ്ഞെടുത്തത് നേരത്തെ തന്നെ വിവാദമായിരുന്നു. 80 ഇനങ്ങളിൽ മത്സരിക്കാനായി 2500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത കലോത്സവത്തിനായി 4 വേദികൾ മാത്രമാണ് ഒരുക്കിയത്. സംഘാടകർക്ക് മാത്രമല്ല ഹോളി ഗ്രേസ് അധികൃതർക്കും ഉണ്ടായ പരിചയക്കുറവ് തുടക്കം മുതൽ പ്രതിഫലിച്ചിരുന്നു. തർക്കങ്ങളും സംഘർഷാവസ്ഥയും പോലീസിന് തലവേദനയായി. ഓരോ തവണ സംഘർഷമുണ്ടാകുമ്പോഴും പോലീസ് ഇടപെട്ട് ചർച്ച നടത്തിയാണ് മത്സരങ്ങൾ തുടർന്നത്. കെട്ടിട സുരക്ഷയും അനുബന്ധ വിഷയങ്ങളും പരിഹരിക്കാത്തതിന് കലോത്സവം തുടങ്ങുന്നതിന് ഒരു ദിവസം മുൻപ് ഹോളി ഗ്രേസ് അധികൃതർക്ക് മാള പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നു. അഗ്നിരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാത്തത് സംബന്ധിച്ച് മാള അഗ്നിരക്ഷാ സ്റ്റേഷൻ ഓഫീസർ ഹോളി ഗ്രേസിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ 1.5 മാസം മുൻപ് നോട്ടീസ് നൽകിയിട്ടും നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ലെന്ന് അഗ്നിരക്ഷാ സേന സ്റ്റേഷൻ ഓഫീസർ നന്ദ കൃഷ്ണദാസ് പറഞ്ഞു. TCV ന്യൂസ്, മാള.